നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നീണ്ട നങ്കൂരത്തിലുള്ള കപ്പലിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം നമ്മൾ ടാൻസാനിയ എന്ന രാജ്യത്ത് കരയ്ക്കടുത്തപ്പോൾ പുറത്തേക്ക് പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. ഈ ഒരു ഹോണ്ടയുടെ കാർ അവിടെ വന്ന് കിടക്കുന്നത് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ല. നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വന്ന് കിടക്കുവാണ്. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഈ ഒരു ടെർമിനലിൻ്റെ ഒരു ബസ്സുണ്ട്, ഫ്രീ ആണ്. അപ്പം നമുക്ക് നടന്നു പോകാൻ അനുവാദമില്ല. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ കയറി ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കണ്ടെയ്നർ ട്രക്കുകളൊക്കെ കാണാം. അവസാനം നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് നമുക്ക് പോകേണ്ട ടാക്സിയിൽ നമ്മൾ കയറി മുന്നോട്ട് യാത്ര പോവുകയാണ്. ഒരു മെയിൻ ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും നിർത്തി നമ്മൾ ഷോർ പാസ്സൊക്കെ കാണിച്ചു. പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് വിസയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇമിഗ്രേഷന് തന്ന ഷോർ പാസ് ഉണ്ട്. അതും നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും കാണിച്ചാൽ പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പം അങ്ങനെ അവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ കണ്ട് യാത്ര തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ MVD പിടിച്ചു. വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന് ലൈസൻസ് ഒന്നുമില്ല, പുള്ളി മൊബൈലിൽ അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനം എന്തോ ഫൈനൊക്കെ അടച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ TVSൻ്റെ ഓട്ടോറിക്ഷകളൊക്കെ ടാൻസാനിയയിലും കണ്ടു. നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് അവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റിലാണ്. നമ്മൾ കപ്പൽ ഈ ഒരു തുറമുഖത്തേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു ഫിഷ് മാർക്കറ്റ് അങ്ങ് ദൂരേന്നേ കാണാറുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ അതിരാവിലെ വരുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാലിപ്പോൾ ഉച്ചയോടെ എത്തിയത് കൊണ്ട് തന്നെ അത്യാവശ്യം മീനൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പം അവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അതിരാവിലെ ചെല്ലുമ്പോഴാണ് വലിയ വലിയ മീനുകൾ ഒക്കെ കാണാൻ പറ്റുള്ളൂ. ബോട്ടുകളൊക്കെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് അതിരാവിലെയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പം കുറേയൊക്കെ മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അവിടെ ഒരു വട്ടമേശ സമ്മേളനം പോലെ ഒരു മേശയുടെ ചുറ്റുമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കുറച്ച് സമയം ചിലവഴിച്ചു. കുറേ ബോട്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട്, വലയൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഈ മീൻ മാർക്കറ്റിൻ്റെ പുറത്തായിട്ട് കുറേ കടകളുണ്ട്. അതിനകത്ത് പല പല ഐറ്റംസ് ഉണ്ട്. ഇപ്പം വലിയ വലിയ മീനുകളുടെയൊക്കെ പല്ലും മറ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. അതുപോലെ കടലിൻ്റെ അടിയിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള കടൽ ജീവികളും അതുപോലെ ശംഖും ഒക്കെ അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടലിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ വൃത്തിയാക്കി ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് ഉണക്കാൻ വെച്ചേക്കുവാണ്. അപ്പോൾ അങ്ങനത്തെ കടകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങി. നമ്മളെ കൊണ്ടുപോകുന്ന ഡ്രൈവർ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ചെറിയ പാലത്തിലൂടെയൊക്കെ ചെന്ന് അടുത്ത സ്ഥലത്തെത്തി. അവിടെ കുറച്ച് പൈസയൊക്കെ നമ്മൾ ഡോളർ മാറ്റി അവിടുത്തെ ടാൻസാനിയയിലെ കറൻസിയിലോട്ട് മാറ്റിയെടുത്തു. ഇപ്പോൾ നാട്ടിലെ ചെമ്പരത്തിയും കമ്മലിച്ചെടിയൊക്കെ തന്നെ അവിടെയുണ്ട്. നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയൊക്കെയാണ്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബീച്ചിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചൊക്കെ കാണാം. സേവ് വാട്ടർ ഡ്രിങ്ക് ബിയർ എന്നൊക്കെ പറഞ്ഞ നോട്ടീസ് എനിക്കൊന്ന് നമ്മളെയൊക്കെ ഓർത്ത് വെച്ചേക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ചിലവഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിറ്റ് കൊണ്ടുവരുന്ന ആൾക്കാർ അവിടെ വന്ന് ഓരോ സാധനങ്ങളൊക്കെ നമ്മളെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് വാങ്ങിക്കാൻ വേണ്ടി. പുറത്ത് ചെറിയ കുതിരസവാരിയും മറ്റു കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. ഞായറാഴ്ചയാണ് പുറത്ത് പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബീച്ചിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കണ്ണാടി വിൽപ്പനക്കാരനും പാരാ സെയിലിങ്ങും അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ. ഈ കണ്ട ബീച്ച് സീഷെൽസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വൃത്തിയുള്ള ബീച്ച് ആയിരുന്നില്ല. എന്നിരുന്നാൽ പോലും കപ്പലിലെ ജോലിയുടെ പ്രഷറിൽ നിന്നൊക്കെ കുറച്ച് റിലാക്സ് ആകാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ കടലിൽ ചാടാനായിട്ട് ലൈഫ് ജാക്കറ്റിന് പകരം കുറേ ട്യൂബ് റെൻറ്റിന് കൊടുക്കുന്ന കട കണ്ടു. അപ്പോൾ അവിടുന്ന് ആൾക്കാർ ഈ ട്യൂബൊക്കെ എടുത്തിട്ട് പോയി വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നങ്കൂരത്തിൽ കിടക്കുന്ന കപ്പലുകളൊക്കെ കാണാം. നമ്മൾ ഏകദേശം ഒരു മാസത്തോളം നങ്കൂരത്തിൽ കിടന്നത് അവിടെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ എല്ലാവരും നല്ല രീതിയിൽ പാട്ടുപാടി ഡാൻസ് കളിച്ച് എല്ലാവരും നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ബീച്ചിൽ 2 മണിക്കൂറോളം ചിലവഴിച്ചതിന് ശേഷം അടുത്തുള്ളൊരു പള്ളിയിലേക്ക് പോയി. ഞായറാഴ്ച ആയതുകൊണ്ട് കുർബാന കണ്ടു. ആദ്യമായിട്ടാണ് നമ്മൾ ഈ കപ്പലിലൊക്കെ ഉള്ള സമയത്ത് പുറത്ത് പോയി പള്ളിയിൽ പോയി കുർബാന കാണാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ ചേട്ടന്മാരുടെ പാട്ടൊക്കെ കേട്ട് നേരെ കപ്പലിലേക്ക് പോവുകയാണ് തിരിച്ച്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.